കുടിവെള്ളക്ഷാമത്തിനും തെരുവു വിളക്കുകൾ പ്രവർത്തിക്കാത്തതിനും പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷന് തലവേദനയായി മാലിന്യ പ്രശ്നവും ശുചീകരണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചതോടെ നഗരത്തിലെ പലയിടങ്ങളിലും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി. വീടുകളിൽ നിന്നുള്ള അജൈവ മാലിന്യ ശേഖരണം പാളിയതാണ് നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇതോടൊപ്പം കുടിവെള്ളക്ഷാമവും നഗരത്തിൽ രൂക്ഷമായി തുടരുകയാണ്. ഇന്ന് ചേർന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു. എന്നാൽ കുടിവെള്ള പ്രശ്നം കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമല്ലെന്നും വാട്ടർ അതോറിറ്റിയാണ് ഉത്തരവാദികളെന്നുമാണ് BJPയുടെ വാദം. മാലിന്യ കൂമ്പാരങ്ങളും കുടിവെള്ളക്ഷാമവും തലസ്ഥാന നഗരിയുടെ ശോഭ കെടുത്തുകയാണോ? മാറാത്തത് മാറും എന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലെത്തിയ BJPക്ക് തുടക്കം തന്നെ പാളിയോ? കാണാം RDX റാപ്പ്. മാലിന്യങ്ങൾ കുന്നുകൂടിയും കുടിവെള്ളം കിട്ടാതെയും പൊറുതിമുട്ടുകയാണ് തലസ്ഥാന നഗരം. താളം തെറ്റിയ മാലിന്യ നിർമ്മാർജ്ജനം കാരണം നഗരത്തിലെ പലയിടങ്ങളിലും മാലിന്യ കൂമ്പാരങ്ങളാണ്. പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ചിരുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നിലച്ചതോടെ ചാക്ക, കുന്നുകുഴി, വള്ളക്കടവ്, ഈഞ്ചക്കൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മാലിന്യത്താൽ പൊറുതിമുട്ടി. കാനകളുടെ ശുചീകരണവും മണ്ണുനീക്കലും പൂർണ്ണമായും നിലച്ചതോടെ മഴക്കാലമാകുമ്പോഴേക്കും വെള്ളക്കെട്ട് രൂക്ഷമായേക്കുമെന്ന ആശങ്കയുമുണ്ട്. ഇതിനിടെ തലസ്ഥാനത്തെ കുടിവെള്ള പ്രതിസന്ധിയും ദിനംപ്രതി രൂക്ഷമായി മാറി. മാലിന്യ കുടിവെള്ള പ്രശ്നങ്ങളിൽ കോർപ്പറേഷൻ അടിയന്തരമായി ഇടപെടണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിൽ ഇന്നത്തെ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധവുമുണ്ടായി. പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങൾ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. അതേസമയം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിൽ വാട്ടർ അതോറിറ്റിയെ പഴിക്കുകയാണ് BJP. നഗരത്തിൽ കുടിവെള്ളം മുട്ടിക്കുന്നത് വാട്ടർ അതോറിറ്റിയാണെന്നാണ് BJPയുടെ വാദം. കുടിവെള്ളം എത്തിക്കുന്നതിൽ കോർപ്പറേഷൻ പൂർണ്ണ പരാജയമെന്ന് LDF ആരോപിച്ചപ്പോൾ പ്രശ്നത്തിൽ കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിക്കും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട് എന്നായിരുന്നു UDFന്റെ ആരോപണം. RDX റാപ്പ്, ന്യൂസ് മലയാളം. ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ചേർന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ നഗരത്തിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. മേയർ VV രാജേഷ് പ്രതിപക്ഷ അംഗങ്ങളുമായി വാക്കേറ്റത്തിലേർപ്പെട്ടു. നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിൽ വാട്ടർ അതോറിറ്റിയെ പഴിച്ചായിരുന്നു BJPയുടെ നീക്കം. ഇതിനെ BJP അംഗങ്ങൾ വാട്ടർ അതോറിറ്റിയിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. കുടിവെള്ളം മുടങ്ങാൻ കാരണം കോർപ്പറേഷന്റെ പിടിപ്പുകേടാണെന്ന് യോഗത്തിൽ വിഷയം അവതരിപ്പിച്ച LDF പാർലമെന്ററി പാർട്ടി ലീഡർ SP ദീപക് ആരോപിച്ചു. കോർപ്പറേഷനിൽ കുടിവെള്ളം ഉറപ്പാക്കുക എന്നത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണെന്നും SP ദീപക് പറഞ്ഞു. കുടിവെള്ളം കിട്ടുന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ചർച്ച ചെയ്യാൻ അനുവദിക്കുക. നമ്മൾ ഈ കോർപ്പറേഷന്റെ അധികാരം ഈ പറയുന്ന കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തിനകത്ത് ഇല്ലാന്ന് ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് നമുക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഒറ്റ ഉത്തരവാദിത്വമുള്ള ഇവിടുത്തെ നഗരവാസികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ്. അതാദ്യം നമ്മളിവിടെ മനസ്സിലാക്കണം. അതിൽ നിന്ന് ആർക്കും ഓടി മറയാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. മറ്റെല്ലാ കാര്യത്തിലും എന്ന പോലെ നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തിലും CPIM BJP ഡീൽ ഉപയോഗിക്കണമെന്നായിരുന്നു UDF കൗൺസിലർ KS ശബരിനാഥിന്റെ പരിഹാസം. എന്തിന് വെള്ളായണിക്കായലടക്കമുള്ള പുതിയ ഓപ്ഷൻസ് നോക്കാതെ ഈ പഴയ 5 ലക്ഷം ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു തടയിൽ നിന്ന് വെള്ളം കിട്ടുന്ന ഓപ്ഷൻ മാറി കൂടുതൽ പോസിറ്റീവായി നിങ്ങളുടെ പരാജയം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എന്തായാലും ഒരു CJP ഡീലാണ്. ആ CJP ഡീലിൽ വെള്ളം കൊണ്ടുവരാൻ ചെയ്യുന്ന മാത്രമേ പറയുന്നുള്ളൂ. രാഷ്ട്രീയ ഡീല് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് NDA പാർലമെന്റ് പാർട്ടി നഗരസഭയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി തുടരുകയാണെന്ന് മേയർ VV രാജേഷ് മറുപടി നൽകുകയും ചെയ്തു. ആ പ്രതികരണത്തിലേക്ക് കൂടി. കുടിവെള്ള പ്രശ്നത്തിൽ കോർപ്പറേഷൻ ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ വാട്ടർ ടാങ്കുകളുടെ രംഗത്തിറക്കി ഉത്തരവാദിത്തം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ സമ്പൂർണ്ണ പരാജയം കൊണ്ടാണ് പ്രതിസന്ധി നേരിടുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കൗൺസിൽ യോഗം അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.
മാറാത്തത് മാറിയപ്പോൾ സർവത്ര മുടങ്ങിയ അവസ്ഥയിലാണ് തലസ്ഥാന നഗരിയിൽ. അത് കുടിവെള്ളം മാത്രമല്ല, മാലിന്യ പ്രശ്നമുണ്ട്, തെരുവുവിളക്കുകൾ കത്തുന്നില്ലാത്തതുണ്ട്, ഇതൊക്കെയുണ്ട്. ഇതൊക്കെ മാധ്യമ സൃഷ്ടിയല്ല, അവിടുത്തെ ജനങ്ങൾക്കും ആ പ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഈ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും പല ആവർത്തി ഈ വിഷയം, അതായത് ഈ വാർത്ത തിരുവനന്തപുരത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളത് പല ദിവസവും ചർച്ചയ്ക്കെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, വീണ്ടും ഒന്നുകൂടി ഇത് പരിഹരിക്കപ്പെടുന്ന പ്രശ്നമാണെങ്കിൽ അതിന് ശേഷം എന്ന മട്ടിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? ഈ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഭരണപരിചയക്കുറവ്. ഇപ്പോൾ കാരണം NDA ആദ്യമായി അവിടെ ഭരണത്തിലേറുകയാണ്, BJP ആദ്യമായി ഭരണത്തിലേറുകയാണ്. സ്വാഭാവികമായും അവർക്കൊരു ഭരണപരിചയക്കുറവുണ്ടാവും. ഒരു കോർപ്പറേഷൻ ഭരിക്കാനായിട്ട് കയറുകയാണ്. അപ്പോൾ അതിൻ്റേതായ, കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കോർപ്പറേഷൻ്റെ ഭരണത്തിലേക്ക് അവരെത്തുന്നത്. അപ്പോൾ ഇത് ഒന്ന് വഴങ്ങിക്കിട്ടാനുള്ള കാലതാമസം എന്ന മട്ടിൽ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ 4 മാസം കഴിഞ്ഞതിന് ശേഷവും പക്ഷേ കാര്യങ്ങൾ നേരെയല്ല പോകുന്നത് എന്നുള്ള ഒരു സ്ഥിതി ഇപ്പോഴുണ്ട്. അപ്പോൾ നമുക്ക് അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇപ്പോൾ വാട്ടർ അതോറിറ്റിയാണ് ഈ കാര്യത്തിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ആരോപണം ഇപ്പോൾ VV രാജേഷ് ഉന്നയിക്കുന്നു. അത് വസ്തുതാപരമല്ല, അങ്ങനെയല്ല. ആ ആരോപണം ഉന്നയിച്ച് ഈ പ്രതിസന്ധിയെ തൽക്കാലം തരണം ചെയ്തു പോവുക എന്നുള്ളതല്ല ഒരു തദ്ദേശഭരണ സ്ഥാപനം എന്ന നിലയ്ക്ക് കോർപ്പറേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് അതിൻ്റെ നിയമപരമായ ബാധ്യതയാണ്. അവരാണ് വെള്ളം എത്തിച്ചു കൊടുക്കേണ്ടത്. അത് അവിടെ ഈ SP ദീപക്കും ശബരിനാഥനും ഒക്കെ പറഞ്ഞത് തന്നെയാണ് വാസ്തവം. അതാ തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അവിടെയുള്ള ആളുകൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാൽ ഇത് ആദ്യമായിട്ടാണോ അവിടെ ആരെങ്കിലും ഇങ്ങനെ വാട്ടർ അതോറിറ്റി കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് അല്ല. മുൻ മേയർ പ്രശാന്തും പറഞ്ഞിട്ടുണ്ട്, വാട്ടർ അതോറിറ്റി യഥാസമയത്ത് കാര്യങ്ങൾ ഈ വെള്ളം വിതരണത്തിൽ വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടില്ലാത്തത് കൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് 4 ദിവസം, ശ്യാമിലിക്ക് ഓർമ്മ കാണും, 2024 4 ദിവസം അവിടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം മുടങ്ങിയ സമയത്ത് ഈ ആരോപണം വാട്ടർ അതോറിറ്റിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ എന്താ സംഭവം? ഇങ്ങനെ ചൂണ്ടിക്കാട്ടാനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് എന്താണ്, ഈ മട്ടിൽ കുടിവെള്ളം ഇവിടെ മുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ടാങ്കറുകളിലായാലും വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കോർപ്പറേഷൻ നടത്തുന്നു. അതിനുശേഷമാണ് ഈ പ്രശ്നം പറയുന്നത് വാട്ടർ അതോറിറ്റി ഈ കാര്യം ചെയ്യുന്നതിൽ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ അങ്ങനെ ഒരു ഒറ്റ പ്രശ്നത്തിൽ കോർപ്പറേഷൻ്റെ ഈ പ്രവർത്തനത്തിലെ ഭരണപരമായ വീഴ്ചകളെ ഒതുക്കാനും കഴിയില്ല. കാരണം എന്താ, വാട്ടർ അതോറിറ്റിയുടെ ഈ വെള്ളം വിതരണത്തിലെ പ്രശ്നം മാത്രമല്ല, അവിടെ ഇപ്പോൾ മാലിന്യ നീക്കം എന്നുള്ളത് ഏതാണ്ട് ഏറ്റവും ഗുരുതരമായ തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കുറേ കാലമായി ഇത്തരം ദൃശ്യങ്ങൾ നമുക്ക് കാണാനില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ടോ, ഈ അടുത്ത കാലത്തൊന്നും അത് കാണാനില്ല. പണ്ടൊക്കെ നമ്മളിപ്പോൾ മോർണിംഗ് ബുള്ളറ്റിനുകളിൽ ഇങ്ങനെ ഈ മാലിന്യ നീക്കം തടസ്സപ്പെട്ടിരിക്കുന്ന വാർത്തകളൊക്കെ വരുമ്പോൾ ചില ആളുകൾ, നമ്മളെല്ലാ വാർത്തകളും പോകണമെന്നുള്ള അഭിപ്രായക്കാർ തന്നെയാണ്, പക്ഷെ ചില ആളുകൾ പറയും രാവിലെ ഇങ്ങനെ ഈ വേസ്റ്റ് കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആളുകൾ ഇങ്ങനെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ആ കാഴ്ചകൾ തന്നെ ഇല്ലാതായതായിരുന്നു. അത്തരം ഈ വേസ്റ്റ് കൂടിക്കിടക്കുന്ന കാഴ്ചകൾ ഏതാണ്ട് പയ്യെ ഇല്ലാതായതാണ്. ആ അവസ്ഥ തിരിച്ചു വന്നിരിക്കുന്നുള്ളത് ഭയങ്കര സങ്കടകരമല്ലേ? കാരണം ഈ മാലിന്യ കൂമ്പാരങ്ങൾ റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുന്നു, നാറുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടതാണ്. വീണ്ടും ആ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു എന്നുള്ളത് അത് പൊതുവേ സമൂഹത്തിന് ഗുണകരമല്ല. മാത്രമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം ആ കോർപ്പറേഷൻ ഇപ്പോൾ ഭരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളവും അതൊട്ടും ഗുണകരമല്ല. കാരണം എന്താണ്, ഇത് ഒരു ഭരണം ഇങ്ങനെ ജനങ്ങൾ ഏൽപ്പിച്ച് നൽകിയതിന് ശേഷം ഇവിടെ കാര്യങ്ങളെല്ലാം ആകത്തപ്പാടെ അവതാളത്തിലാണെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത്, അങ്ങനെ ഒരു ആളുകൾ ആ ബോധ്യത്തിലേക്ക് എത്തുന്നത് അത് അബദ്ധം ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ഇവരെല്ലാവരും ഇത് ബോധപൂർവം ചെയ്യുന്നതായിരിക്കില്ല. ഇപ്പോൾ ഇവിടെ വേസ്റ്റ് ഇവിടെ കിടന്നോട്ടെ എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലോ, അല്ലെങ്കിൽ തെരുവ് വിളക്കുകൾ കത്തണ്ട എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലോ, കുടിവെള്ളം വിതരണം ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലോ നടപ്പാക്കുന്ന ഒന്നുമല്ല. പക്ഷേ വീഴ്ചയുണ്ടാകുന്നു, ഭരണപരമായ വീഴ്ച അവിടെ ഈ കാര്യങ്ങളിൽ സംഭവിക്കുന്നുള്ളത്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ തന്നെ വളരെ പ്രമുഖമായ ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ മേധാവികളിൽ ഒരാൾ എനിക്ക് വീഡിയോ അയച്ചു തന്ന എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അതായത് മ്യൂസിയം ഭാഗത്തു കൂടി അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് മുമ്പേ പോയ 2 സ്ത്രീകളെ തെരുവ് പട്ടികൾ ആക്രമിക്കുകയാണ് ഇരുട്ടത്തു നിന്ന് വന്നിട്ട്. അതായത് അവിടെ ഇങ്ങനെ നായ്ക്കൾ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു സൂചനയും കിട്ടാത്ത തരത്തിൽ ഇരുട്ടാണ്. കാരണം തെരുവിളക്കുകൾ കത്തുന്നില്ല, മ്യൂസിയം പരിസരത്താണ്. അതിൻ്റെ വീഡിയോ അടക്കം എനിക്ക് എടുത്ത് അയച്ചു തന്നിരുന്നു. കാരണം ഇതാണ് അവിടുത്തെ സ്ഥിതി എന്നുള്ളത്. അപ്പോൾ ആളുകൾ അതായത് ഇത്തരം ഒരു സാഹചര്യമൊക്കെ
അവിടെ ഇല്ലാതിരുന്ന ഒരു സാഹചര്യം വീണ്ടും ഉണ്ടായിരിക്കുന്നു. മറ്റൊരു തെരുവുവിളക്കിൽ ഒരെണ്ണം കെട്ടാൽ അവിടെ BJP അവിടെ പ്രതിഷേധ രംഗത്തെത്തുമായിരുന്നു. ശക്തമായ പ്രതിപക്ഷമായി നിന്നുകൊണ്ടാണ് ഇത്തവണ അവിടെ ഭരണം പിടിച്ചത്. ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ നന്നായി ആക്ട് ചെയ്ത ഒരു സംവിധാനമായിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ തലസ്ഥാന നഗരത്തിലെ BJP. പക്ഷേ അവർക്ക് അധികാരം കിട്ടുമ്പോഴേക്ക് അത് നിലനിർത്തി അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന സംവിധാനങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിമർശനം. ഇന്നിപ്പോൾ ആറ്റുകാൽ പൊങ്കാല നടന്നതിന് തൊട്ടു പിന്നാലെയാണ് ആദ്യം ഈ വിമർശനമെല്ലാം ഉയർന്നത്. കാരണം സാധാരണ നമ്മൾ കാണുന്ന കാഴ്ച എല്ലാ മാധ്യമങ്ങളും നൽകുന്ന ഒരു വാർത്ത എന്താണ്, ഇങ്ങനെയൊരു വലിയ ജനസാഗരം വന്ന് നിറഞ്ഞ ഒരു നഗരമാണിതെന്ന് തോന്നാത്ത തരത്തിൽ ഇത് വളരെ ശുചീകരിക്കപ്പെട്ടിരിക്കുന്നു, നഗരം വൃത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എല്ലായ്പ്പോഴും പറയുക. അതിന് പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. പണ്ടൊക്കെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച ഒരു ബസ് അങ്ങ് കടന്നു പോയാൽ പിന്നെ ആ പ്രദേശത്ത് നിൽക്കാൻ പറ്റാത്ത പൊടിയായിരിക്കും അവിടെ. അങ്ങനെ വൃത്തികെട്ട് കിടന്നതാണ് തിരുവനന്തപുരം നഗരം ഇങ്ങനെ ഒരു വലിയ പരിപാടിയൊക്കെ നടന്നു കഴിഞ്ഞാൽ. പക്ഷേ ആ പ്രശ്നമില്ലാതായി. അത് ഘട്ടം ഘട്ടമായാണ് അതിൽ വിജയം നേടുന്നത് കോർപ്പറേഷൻ. പൂർണ്ണമായും വളരെ ശുചീകരിക്കപ്പെട്ട് വൃത്തിയോടെയുള്ള ഒരു കോർപ്പറേഷനാണ്, ഒരു നഗരമാണ് നമുക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തൊട്ടടുത്ത ദിവസം കാണാൻ കഴിയുക. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല സംഭവിച്ചത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു മനഃപൂർവ്വം ഇങ്ങനെ BJP അധികാരത്തിൽ വന്നതിന് തൊട്ട് പിന്നാലെ അവരെ ഇങ്ങനെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലും കൂടി ഉണ്ടായിട്ടുണ്ടാകുമോ എന്ന്. ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാമെന്ന് തന്നെയാണ് പലരും കരുതിയത്. കാരണം ചെറിയ എവിടെയെങ്കിലുമൊക്കെ മാലിന്യ കൂമ്പാരമൊക്കെ ഉണ്ടായാൽ അത് അല്ലെങ്കിൽ മാലിന്യം കെട്ടി കിടന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇവർക്കാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആരോപണമൊക്കെ ഉന്നയിക്കപ്പെടാം. കാരണം BJP മുമ്പ് ചെയ്തിട്ടുള്ളതാണത്. കാരണം എൻ്റെ കയ്യിൽ കുറേ വാർത്താ കട്ടിങ്ങുകൾ ഇപ്പോൾ ഇരിപ്പുണ്ട്. എപ്പോഴത്തെയാണ് ഈ മുമ്പ് ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കുന്ന സമയത്ത് നിരന്തരം BJP നടത്തിയിരുന്ന സമരങ്ങൾ, അന്നുന്നയിച്ച മുഴുവൻ ആരോപണങ്ങളും അന്ന് നടത്തിയ മുഴുവൻ സമരങ്ങളും ഇപ്പോഴും ആവർത്തിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യം ഇപ്പോൾ കോർപ്പറേഷനിലുണ്ട്. അതിനേക്കാൾ ഗുരുതരമായ തരത്തിൽ അതിപ്പോൾ വഴിവിളക്കുകൾ കത്താത്തതിൻ്റെ പേരിലായിക്കോട്ടെ, കുടിവെള്ളം എത്താത്തതിൻ്റെ പേരിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ മാലിന്യ നീക്കം തടസ്സപ്പെടുന്നതിൻ്റെ പേരിലായിക്കോട്ടെ, അതൊക്കെ വലിയ പ്രക്ഷോഭം BJP നടത്തുകയാണ്. അതേ അവസ്ഥ നിലവിലുണ്ട്. ഇപ്പം ഞാൻ എടുത്തു നോക്കുകയാണ്. അതായത് നേരിട്ട് വാട്ടർ ക്രൈസിസ് ഇൻ തിരുവനന്തപുരം, UDF കോൾസ് ഫോർ മേയർ ആര്യ രാജേന്ദ്രൻസ് റെസിഗ്നേഷൻ എന്നുള്ളത് മനോരമയുടെ വാർത്തയാണ് ആ സമയത്തുണ്ടായിരുന്നത്. അതിന് തൊട്ടു പിന്നാലെ അടുത്തത് അതേ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഓർഗനൈസർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ്റെ വീഴ്ച എന്ന മട്ടിൽ. ആ സമയത്ത് BJPയും സമരം ചെയ്തിരിക്കുന്നു. ആര്യ രാജേന്ദ്രൻ രാജി ആവശ്യപ്പെട്ട് BJP സമരം ചെയ്തിരിക്കുന്നു. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് ആ രീതിയിൽ. അപ്പോൾ ഈ ചോദ്യങ്ങൾ അതെന്തിനാണ് ഇവർ ആര്യ രാജേന്ദ്രനോട് ചോദിച്ചത്? എന്നാൽ പിന്നെ വാട്ടർ അതോറിറ്റിയോട് ചോദിച്ചാൽ പോരായിരുന്നു. ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ മേയറായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രശാന്ത് കോർപ്പറേഷൻ മേയറായിരിക്കുമ്പോൾ BJPക്ക് ഈ ചോദ്യം അവരോട് ചോദിക്കാമെങ്കിൽ ഇപ്പോൾ VV രാജേഷ് കോർപ്പറേഷൻ്റെ മേയറായിരിക്കുമ്പോൾ ആര്യ രാജേന്ദ്രന് തിരിച്ചിത് ചോദിക്കാം. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വളരെ പ്രകടമായി അവിടെ കൃത്യമായി വിമർശിക്കാവുന്ന തരത്തിൽ അവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം അവതാളത്തിലായിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ ഭീമാപ്പള്ളി പരിസരത്തൊക്കെ വേസ്റ്റ് കുന്നുകൂടുന്ന ഒരവസ്ഥയുണ്ട്, കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന അവസ്ഥയുണ്ട്. ആ സാഹചര്യം അടിയന്തരമായി ഇല്ലാതാക്കേണ്ടതാണ്, അതിൽ ഇടപെടൽ നടത്തേണ്ടതാണ്. കാരണം ആദ്യഘട്ടത്തിൽ എന്താണ് നമ്മളുടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തൊട്ട് പിന്നാലെ നടന്നതാണ്. കുറേ കോർപ്പറേഷനിലെ ജീവനക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്ഥലം മാറ്റുന്നു, അവരുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. അതെല്ലാ തവണയും പറ്റില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ ഓരോ തവണയും ജീവനക്കാരെ ഇങ്ങനെ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതല്ല അവിടുത്തെ പരിഹാരം. ഈ മാലിന്യ നീക്കം നടക്കുക എന്നുള്ളതാണ് പ്രധാനമായും വേണ്ടത്. ഇതിലൊരു കാര്യമുണ്ട്, തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഈ മുഴുവൻ ആളുകളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചു എന്നുള്ളത് ഒരു കാരണമായി ചെവി വരെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു കാരണമായി നമുക്കതിനെ അംഗീകരിക്കാം. അങ്ങനെ നോക്കിയാലും 6 മാസത്തിനപ്പുറത്ത് ഈ സാഹചര്യം തുടരുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ഒരു സംശയവുമില്ലാതെ BJPയുടെ അവിടുത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്, പരാജയമുണ്ടായിട്ടുണ്ട് എന്ന് തന്നെ ആരോപിക്കേണ്ടി വരും. അതെ, അങ്ങനെ തന്നെയാണ്. അവർക്ക് കൃത്യമായ വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മാറാതെ ഒരു കാര്യം, ഒരു ഭരണ സംവിധാനം അങ്ങ് മാറിയപ്പോൾ മൊത്തത്തിൽ അവരാകെ നാറുന്ന ഒരവസ്ഥയാണുള്ളത്. ഇതൊരു മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന ആവശ്യങ്ങളാണ് കുടിവെള്ളം എന്നുള്ളത്. മറ്റൊന്ന് കൃത്യമായും ഒരു മാലിന്യ നിർമ്മാർജ്ജനം നടത്തുക എന്നുള്ളത്. ഈ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കുടിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് അങ്ങനെ ഒരു സംവിധാനം പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ അത് വേണ്ടത് തന്നെയാണ്. മറ്റൊന്ന് തെരുവിളക്കുകൾ കത്തണം എന്നുള്ളത് സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും സുഗമമായി നടക്കേണ്ടതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഉറപ്പാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ. ഇതൊക്കെ അതിലുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും അത് പ്രായോഗിക പ്രശ്നങ്ങളാണ്. അത് പ്രായോഗികമായി തന്നെ കണ്ട് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. അതിനെ ഇത്തരത്തിൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കാം എന്ന നിലയ്ക്ക് എടുക്കുന്നത് അതിലേറെ വലിയ അശ്ലീലമായി മാറുന്ന പോലെയായിരിക്കും നമ്മൾക്ക് തോന്നുക.
പുറത്തുനിന്ന് നോക്കുന്നവർ. ഇപ്പോൾ ഏറ്റവും അവസാനം വി രാജേഷ് പ്രസംഗം അവസാനിപ്പിച്ച് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ടാങ്കറുകൾ നിരത്തിലുണ്ട്, അത് മുഴുവൻ പ്രശ്നങ്ങളും വാട്ടർ അതോറിറ്റിയുടേതാണ് എന്ന് പറയുമ്പോൾ ഇതിനു മുൻപും അവിടെ പ്രശ്നങ്ങളുണ്ട്. ആര്യ രാജേന്ദ്രനെതിരെ ഈ പറഞ്ഞതുപോലെ ഇവർ പ്രൊട്ടസ്റ്റുമായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കുടിവെള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ കൃത്യമായും കോർപ്പറേഷൻ ഇടപെട്ടുകൊണ്ട് ഈ ടാങ്കറുകൾ രംഗത്തിറക്കുകയും എവിടെയാണ് കുടിവെള്ളം പ്രശ്നം ഉള്ളത്, കുടിവെള്ളം കിട്ടാത്തത് എന്നുള്ളിടത്തൊക്കെ ടാങ്കർ വഴി വെള്ളം കൃത്യമായി എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രൊട്ടസ്റ്റുകളൊന്നും വിജയം കാണാതെ പോവുകയും കേവലം ഒരു ദിവസത്തെയോ 2 ദിവസത്തെയോ വാർത്തകളിൽ, കൂടിപ്പോയാൽ ഒരു 4 ദിവസത്തെ വാർത്തകളിൽ ഒതുങ്ങി നിൽക്കുന്നത്. നിലവിൽ ഇവിടെ ഒന്നിന് വരിവരിയായി പ്രശ്നങ്ങൾ വരികയാണ്. ഇതൊരു കുറഞ്ഞത് ഒരു 3-4 മാസവുമായി അധികാരത്തിലേറ്റതു മുതൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവിടെ നന്നായി നടക്കുന്നൊരു സംവിധാനത്തെ ആ നന്നായതിൻ്റെ ചുവട് പിടിച്ച് തന്നെ അതുപോലെ ഒന്ന് മേക്കപ്പ് ചെയ്ത് നടത്തിക്കൊണ്ട് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളത്. കാരണം എന്നാൽ ഒന്നേന്ന് തുടങ്ങിയേക്കാം, എല്ലാം അങ്ങ് നശിച്ചോട്ടെ, എന്നിട്ട് നമ്മളെല്ലാം ഒന്നേന്ന് തുടങ്ങിയേക്കാം എന്ന തീരുമാനമാണോ എന്ന് പോലും അറിയില്ല. ഇതൊക്കെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത്. പക്ഷേ ആദ്യം കടമ്പ അവർക്കുണ്ടായിരുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ആറ്റുകാൽ പൊങ്കാലയാണ്. അങ്ങനെയായിരുന്നില്ലേ ഉണ്ടായിരുന്നത്. പക്ഷേ ചുടുകട്ട പോലും നമ്മളെല്ലാവരും തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തതാണ്. ഞാൻ 7 കൊല്ലം തിരുവനന്തപുരത്ത് ജോലി ചെയ്ത ആളാണ്. പക്ഷേ എല്ലാ തവണയും പൊങ്കാല കഴിഞ്ഞിട്ട് നിരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രഷ്, അതിന് മുൻപത്തേക്കാൾ, അതായത് പൊങ്കാല നടക്കുന്നതിന് മുൻപത്തേക്കാൾ വൃത്തിയായി ആ നിരത്തുകളെല്ലാം മാറി, മഴയൊക്കെ പെയ്യിപ്പിച്ച് ഈ പറയുന്നത് പോലെ കൃത്രിമ മഴ, അതൊക്കെ വലിയ രീതിയിൽ ഇത്തവണ വാർത്തയായത്. അതൊക്കെ മുന്നേയും അവിടെ ചെയ്യുന്ന ആളുകളാണ്. ടാങ്കറിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് മഴ പെയ്യിപ്പിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇത്രയും വൃത്തിയായി നടക്കുന്ന ഒരു സ്ഥലത്ത്, ക്ഷേത്ര പരിസരത്ത് പോലും ഈ പറയുന്ന ചുടുകട്ടകളോ വേസ്റ്റുകളോ ഭക്ഷണ വേസ്റ്റുകളോ പ്ലാസ്റ്റിക് വേസ്റ്റുകളോ ഒന്നും നീക്കാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായി. മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളത് സമ്പൂർണ്ണമായും പരാജയപ്പെട്ട ഒരവസ്ഥയായിരുന്നു ഇവിടെ തിരുവനന്തപുരത്ത് ഇത്തവണ ഉണ്ടായത്. അത് ഒരു പ്രായോഗിക പ്രശ്നമായി കണ്ട് അത് പരിഹരിച്ചു വേണമായിരുന്നു മറ്റ് രാഷ്ട്രീയപരമായ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ. ഇപ്പോൾ ഒരു വിശാലാർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് വാട്ടർ അതോറിറ്റിയാണ് എല്ലാ പ്രശ്നത്തിന് കാരണം എന്ന് പറയുന്നത് പോലെ, അവർ വെള്ളം തരാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് കൊടുക്കാത്തത് എന്ന് പറയുന്നത് സത്യത്തിൽ കേന്ദ്രം ഒരു സഹായവും തരുന്നില്ല എന്ന് പറഞ്ഞ് പിണറായി വിജയനും സർക്കാർ, ഇവിടെ LDF സർക്കാർ വെറുതെ ഇരുന്നോ? ഇല്ലല്ലോ. അവർ എല്ലാ കാര്യങ്ങളും കിഫ്ബിയിൽ നിന്നാണെങ്കിലും ഫണ്ടുകളെടുത്ത് ഇവിടെ പല പല പ്രൊജക്റ്റുകൾ നടപ്പാക്കിയില്ലേ? ലൈഫ് മിഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലേ? എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നില്ലേ? അതായത് കേന്ദ്രം ഒന്നും തന്നില്ല, അതുകൊണ്ട് എന്നാൽ പിന്നെ ഞങ്ങൾ ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾ നിസ്സഹായരാണ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നോ? ആരും ചെയ്തില്ല. ഇതുപോലെ ഇതിൻ്റെ ഒരു മിനി വേർഷനല്ലേ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾക്ക് വാട്ടർ അതോറിറ്റിയിൽ, അതായത് വാട്ടർ അതോറിറ്റിയുമായി ഒരു കൂടിയാലോചന പോലും കോർപ്പറേഷൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഒരു പ്രശ്നം നഗരത്തിലുണ്ട്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വെള്ളം അനുവദിച്ച് തരണം, എത്തിച്ചു തരണം എന്ന് വാട്ടർ അതോറിറ്റി പറഞ്ഞാൽ കൊടുക്കാതിരിക്കുമോ വെള്ളം? അവരെന്താ അത്രയധികം ഈ പ്രക്രിയ മുൻപേ ചെയ്യാത്ത ആളുകളാണോ വാട്ടർ അതോറിറ്റിയിൽ ഇരിക്കുന്നത്? അല്ല. അപ്പോൾ ഇവിടെ ഒരു കോർഡിനേഷൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇവരൊരു ഒറ്റത്തുരുത്തായി മാറിയ ഒരവസ്ഥ നിലവിലുണ്ട്. ഏത് കോർപ്പറേഷൻ ഭരിക്കുന്ന BJP എന്നുള്ളത് ഒരു ഒറ്റത്തുരുത്തായി മാറുകയോ മറ്റുള്ളവരുമായുള്ള ഒരു കോർഡിനേഷൻ നഷ്ടപ്പെട്ട ഒരു ലാക്കിംഗ് അവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം കൂടിയാലോചനകൾ ഉണ്ടായിട്ടില്ല മുൻപ്. പക്ഷേ വാട്ടർ അതോറിറ്റിയുമായി ഇത്തരം കൂടിയാലോചനകൾ നടത്തി അത് ഫലപ്രദമായി പരിഹരിച്ച ഒരു ഉദാഹരണം ആര്യ രാജേന്ദ്രൻ അവിടെ നടത്തിയിരുന്നു. അത് അഭിനന്ദനീയമായ ഒരു ഉദാഹരണം തന്നെയാണ്, അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ അന്ന് അതിനെ രൂക്ഷമായി വിമർശിച്ചു. കാരണം ഏറ്റവും നന്നായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അതിനു മുകളിലാണല്ലോ സ്വാഭാവികമായും ആളുകൾ പ്രതീക്ഷിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് അത്തരം രൂക്ഷമായ വിമർശനങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങ് വന്ന് ഭവിച്ചേക്കാം. പക്ഷേ ഇപ്പോഴാണ് അതിൽ കൂടുതൽ എന്തായിരുന്നു അന്ന് സംഭവിച്ചത്, ഇങ്ങനെയുണ്ടായ നഗരമാണല്ലോ ഇങ്ങനെ മാറിയിരിക്കുന്നത്, ഈ തരത്തിൽ മാറിയിരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് മാറ്റത്തിനായി വോട്ട് ചെയ്ത, ഭരണം ഏൽപ്പിച്ചു കൊടുത്ത ജനങ്ങൾക്ക് പോലും കുറ്റബോധം തോന്നുന്ന പോലെ നിലവിൽ ആ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കിയിരിക്കുന്ന ഉത്തരവാദിത്തം ഇവർക്ക് മാത്രമാണ്. അതിൽ മറ്റാരെയും പഴിചാരിയിട്ട് ഒരു കാര്യവുമില്ല. ഇത്തരം പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുക തന്നെ വേണം. അതിൻ്റെ ഉത്തരവാദിത്തം അവർക്കുണ്ട്. അതിൽ നിന്ന് ഒളിച്ചോടാൻ കോർപ്പറേഷൻ ആവുകയില്ല. അതിൽ വിമർശനങ്ങൾ വരും. വിമർശനങ്ങൾ മാത്രമല്ല, പ്രതിഷേധവും ഉയരും. അത് ആ തരത്തിൽ കണ്ടുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കുക എന്നല്ലാതെ ഒളിച്ചോടിയിട്ടൊരു കാര്യവുമില്ല. ഒരു ബ്ലൂ പ്രിൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. നഗരം നന്നാക്കി എടുക്കേണ്ടതും പിന്നെ കുറേ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു പാചകവാതകം കൊടുക്കുന്ന അത്ര പോലും അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ കൂടി നടത്തിയിരുന്നു. പക്ഷേ അതിനു മുമ്പൊക്കെ നടത്തേണ്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ചെയ്യാതെ ഇവർ എങ്ങനെയാണ് ഒരു നഗരം നോക്കാൻ പോകുന്നത്, നഗരപിതാവായി അതിനെ പരിപാലിക്കാൻ വി രാജേഷ് അദ്ദേഹവും പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. അപ്പോൾ ഇതിനെ ആ തരത്തിൽ കണ്ട് അഭിമുഖീകരിച്ച് പ്രായോഗികമായി ഇത്തരം കാര്യങ്ങൾ പരിഹരിച്ചു പോകേണ്ട ഒരു പ്രായോഗിക രാഷ്ട്രീയക്കാരനായും പ്രായോഗിക ഭരണകർത്താവായും അദ്ദേഹം മാറണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ BJP ആദ്യമായി സ്വന്തമാക്കിയ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അട്ടിമറി വിജയം തലസ്ഥാന നഗരിയിൽ തന്നെ ലഭിച്ചതോടെ ഇരട്ടി സന്തോഷത്തിലായിരുന്നു സംസ്ഥാന BJP നേതൃത്വവും. കോർപ്പറേഷന്റെ മുഖം മാറ്റുമെന്നും ഇൻഡോർ മോഡൽ വികസനം വരുമെന്നതുമടക്കം അധികാരം ഏറ്റയുടനെ മേയർ VV രാജേഷ് ഒട്ടേറെ കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മാലിന്യ സംസ്കരണത്തിൽ ഗുജറാത്ത് ഇന്ത്യക്ക് മാതൃകയാണെന്നും ആ മാതൃക പിൻപറ്റി തിരുവനന്തപുരത്തെ രാജ്യത്തെ മുൻനിര നഗരമാക്കി മാറ്റുമെന്നും VV രാജേഷ് പറഞ്ഞിരുന്നു. എന്നാൽ അധികാരമേറ്റ് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും മാലിന്യ സംസ്കരണവും കുടിവെള്ളവും എല്ലാം താറുമാറായത് തിരുവനന്തപുരം നഗരത്തെ ഒന്നാകെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. അങ്ങിങ്ങായി കാണുന്ന കൂട്ടിയിട്ട മാലിന്യങ്ങളും നഗരത്തിലെ കുടിവെള്ള പ്രശ്നവും പരിഹരിക്കാതെയുള്ള കോർപ്പറേഷൻ നടപടിയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. നേരത്തെ ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്തും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ വഴികേൾക്കേണ്ട സാഹചര്യം വന്നിരുന്നു. മാറാത്തത് ഇനി മാറും എന്ന് പറഞ്ഞെത്തിയ BJPക്ക് തുടക്കത്തിൽ തന്നെ പാളിയ കാഴ്ചയാണ് നഗരം മുഴുവൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നവും കുടിവെള്ള പ്രശ്നവും എല്ലാം ക്രിയാത്മകമായി ഉടൻ പരിഹരിക്കുമെന്ന് നമുക്ക് കരുതുക തന്നെ ചെയ്യാം.